ഹായ് എവരി വൺ, വിസ്ഡം ഓഫ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം തിരഞ്ഞെടുത്തതിന് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഉയർച്ചയിലേക്ക് എത്താത്ത എന്തുകൊണ്ടാണ്, അതിനുള്ള പ്രധാന കാരണം എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല. ഒരു കൺസിസ്റ്റൻസി ആയിട്ട്, അതായത് സ്ഥിരതയായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഇത് ഇപ്പം നമ്മളൊരു കാര്യം, നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അല്ലെങ്കിൽ പിന്നെ നമ്മളത് ഇട്ടിട്ട് പോകും, പകുതിയായിട്ട് ഇട്ടിട്ട് പോകും. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിൽ നമ്മൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. നമ്മൾ ഏത് കാര്യം നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ, ഇതെനിക്കും ചെയ്യണം, നാളെ മുതൽ ഞാനിത് ചെയ്യും, ഞാൻ ജീവിതത്തിൽ വിജയിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ 2 ദിവസം ചെയ്യും, 3ൻ്റെ അത് പിന്നെ മടി പിടിച്ച് മനസ്സിൻ്റെ അടിമയായിട്ട് നമ്മൾ അതവിടെ താത്ത് വെച്ചിട്ട്, ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ കളഞ്ഞിട്ട് പോകും. എൻ്റെ അനുഭവം പറയാം. ഞാനാണെങ്കിൽ ജീവിതത്തിൽ വളരെ വിഷമിച്ച് വളരെ ബുദ്ധിമുട്ടുന്നൊരു സമയം, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. അപ്പോൾ എന്നോട് ഇതുപോലെ ഒരാൾ പറഞ്ഞ്, നീ ഈശ്വരനെ വിളിക്കും. ഈശ്വരനെ വിളിക്കാൻ പറഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈശ്വരനെ എങ്ങനെ വിളിക്കണം, അതായത് ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, വിളിക്കാൻ അറിയത്തില്ല. നാമജപം നമ്മൾ രാമ സന്ധ്യാനാമം ചെല്ലുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ വിളിക്കണം, ഏത് നാമം ചെല്ലണം ഒന്നും അറിയത്തില്ല. നാമജപത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എങ്കിലും ഞാൻ എന്ത് ചെയ്തറിയോ, ഞാൻ നാമജപം, എനിക്കൊരു കല്ലൊക്കെ പറക്കി വെച്ച് നമ ശിവായ ചെല്ലാൻ തുടങ്ങി. ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നാമം ജപിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, മനസ്സ് വിചാരിക്കുന്നുണ്ട്, ഞാനിത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഞാൻ നിർത്തിയില്ല കേട്ടോ. ആ ഒരു സ്ഥിരതയോടുകൂടി, ആ ഒരു നിർത്താതെ കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ ആ കാര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന പോലെ, നീ നിൻ്റെ കർമ്മം ചെയ്യുക, ഫലം ഭഗവാൻ തന്നോളൂ. അപ്പോൾ അതൊന്നും അറിയത്തില്ല. പക്ഷെ ഞാനിത് സ്ഥിരമായിട്ട്, ഞാനിതൊരു മുടക്കാതെ തന്നെ ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാനിത് ചെയ്തുകൊണ്ടിരുന്ന എന്നെ ഈശ്വരൻ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ 2 വർഷം എടുത്തു ഞാൻ അതിൽ നിന്നൊന്ന് കരകയറാനായിട്ട്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തപ്പോൾ എന്നെ ഈശ്വരൻ രക്ഷിച്ചു. ഞാൻ അതോട് പൂർണ്ണമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഇന്ന് നാളെ മറ്റന്നാൾ ഒന്നും ഭഗവാൻ രക്ഷിക്കത്തില്ല, അതിനിടയ്ക്ക് 100 അനുഭവങ്ങൾ നമുക്ക് വീണ്ടും ഇട്ട് തരും. കാരണം നമ്മൾ ഈ പോക്കിൽ നിന്ന് മാറുന്നുണ്ടോ, വിശ്വാസത്തിൽ നിന്ന് മാറുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിരിക്കാം, ഞാൻ ചിന്തിക്കുകയാണ്, ചെക്ക് ചെയ്യാനായിരിക്കാം. പക്ഷെ അന്നേരം എൻ്റെ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിന്ന് എന്നെ മാറ്റാൻ ഞാൻ ശ്രമിച്ചില്ല. ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഞാൻ അവിടെ വിജയിക്കുകയും ചെയ്തു. ആ 2 വർഷത്തിന് ശേഷം എനിക്ക് ഭഗവാൻ ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർച്ചകളാണ് എനിക്ക് തന്നത്. ഒരുപാട് സന്തോഷവും സമാധാനവും സമ്പദ്സമൃദ്ധിയൊക്കെ എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഭഗവാനെ അവിശ്വസിക്കത്തില്ല. ഇപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നതോറും പല പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ അതിജീവിക്കുന്നുണ്ട്. പ്രശ്നങ്ങളില്ല എന്നല്ല, നമ്മൾ ഈശ്വരനെ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ വരുത്തില്ല എന്നല്ല. നമ്മുടെ ഓരോ ഘട്ടത്തിൽ നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാനും, നമ്മൾ ഇതൊക്കെ അനുഭവിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു ഇടയ്ക്കൊരു തടസ്സം വരും, പിന്നെ അതിനെ മറികടന്ന് പോകും. ഇത് തന്നെ ജീവിതം. പക്ഷെ നമുക്കൊരു ഈശ്വര വിശ്വാസം, ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സ്ഥിരതയില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നൊരു ഒന്നാമത്തെ സംഭവം. എന്ത് കാര്യം ചെയ്താലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. എന്നും നമുക്ക് റിസൾട്ട് കിട്ടുമോ ഒന്നും ശ്രദ്ധിക്കരുത്, അതിനെക്കുറിച്ച് ഒന്നും ശ്രദ്ധിക്കുകയും ചെയ്യരുത്.
റിസൾട്ട് കിട്ടുന്നവരെ ഞാനിത് ചെയ്യും, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് ചെയ്യും. എനിക്കറിയാം നമ്മൾ ഏത് ഈശ്വരനാണ് വിശ്വസിക്കുന്നത്, എൻ്റെ ഈശ്വരൻ എനിക്ക് റിസൾട്ട് തരും എന്ന് എനിക്കറിയാം. അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. അതുപോലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആ മെഡിറ്റേഷൻ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇന്ന് രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം, അല്ലേ? എക്സസൈസ് നല്ല ഗുണങ്ങളുണ്ട്, നമുക്ക് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ എന്താ പറ്റുന്നത്? നമ്മൾ ഒരു സമയമാകുമ്പോൾ നമ്മളൊരു ഒരാഴ്ച ചെയ്യും, 2 ആഴ്ചയും, പിന്നെ നമ്മുടെ മടി, പിന്നെ നമ്മളത് ചെയ്യില്ല, അല്ലേ? അപ്പം മടി കൂടാതെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ, നമ്മുടെ മടി ഇങ്ങനെ നമ്മളിങ്ങനെ പുറകോട്ട് വലിക്കും. അത് നമ്മുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സൊരിക്കലും നമ്മളെ നന്നാവാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ മടി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ മനസ്സിനെ അതിജീവിച്ച് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകും. യാതൊരു സംശയവുമില്ല, ഒരു സംശയം. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, ഇങ്ങൊന്നും കേട്ടതല്ല. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചത്, ഒരുപാട് കാര്യം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് കാര്യം എനിക്കിങ്ങനെ എന്താ പറയുന്നത്, അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഞാൻ ഉൾക്കൊള്ളാറുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കാത്തപ്പോൾ ഞാൻ ആലോചിക്കും, എന്താ അത് സംഭവിക്കാത്തത്, ഇത് സംഭവിക്കാത്തത്, നമ്മൾ അങ്ങനെ ചെയ്തിട്ട് എന്താ അത് റിസൾട്ട് കിട്ടാത്ത, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൺസിസ്റ്റൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ, എൻ്റെ ഒരു ഗുരുനാഥൻ, ഞാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഗുരുനാഥനാക്കി, അദ്ദേഹത്തിൽ നിന്നാണ് നാമജപമെല്ലാം പഠിച്ചത്. അത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. എൻ്റെ ഹരീഷ് ചന്ദ്രശേഖർ സാർ, അദ്ദേഹത്തിന് ഓൺലൈൻ വഴി ഞാൻ ആ കൊറോണ സമയത്താണ് കുറേ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാണ് ഞാൻ ചൊല്ലി പഠിച്ചത്, എഴുതി വെച്ചത്. ഇപ്പോഴും ഞാൻ നാമം ജപിക്കാറുണ്ട്. അദ്ദേഹത്തിന് എന്നെ അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ എൻ്റെ ഗുരുനാഥനായിട്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ 100ാമത്തെ പടിയുടെ അടുത്ത് ചെന്നിട്ട് അത്രയും നാമം ജപിച്ചു പ്രാർത്ഥിച്ചു ഒക്കെ ചെയ്തിട്ട് നമ്മൾ 99 വരെ ചെല്ലും, പടി വരെ ചെല്ലും. എന്നിട്ട് നമ്മളവിടെ തിരിഞ്ഞ് നടക്കും. പക്ഷെ ഒരു പടിയും കൂടെ മുന്നോട്ട് ചെന്നാൽ നമുക്കവിടെ 100ാമത്തെ പടി കിടന്ന് നമ്മളവിടെ രക്ഷപ്പെടുക. പക്ഷെ അവിടെ ചെല്ലത്തില്ല ആരും. എല്ലാവരും ഈ കൺസിസ്റ്റൻസി ഇല്ലാത്ത കാരണം തിരിഞ്ഞു പോരും. അപ്പോൾ അങ്ങനെ ആവരുത്. ഏത് കാര്യത്തിൽ, നാമജപത്തിൻ്റെ കാര്യം ഉദാഹരണം പറഞ്ഞൊന്നുമില്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഏത് കാര്യമാണെങ്കിലും, ഇപ്പം നാമജപം ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, ഇനി ജീവിത വിജയത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങി, അതും ചിലപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് റിസൾട്ട് കിട്ടില്ല, നമ്മൾ കളഞ്ഞിട്ട് പോരും, പ്രതീക്ഷയോടെ നിൽക്കില്ല. നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് റിസൾട്ട് വേണം. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്താലും, ഇന്നൊരു കാര്യം ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ഇത്ര വട്ടം ചെയ്തു, ഞാൻ ഇത്ര വട്ടം എഴുതി, എനിക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ചിലപ്പോൾ നടക്കുന്നവർക്കാണ്. എനിക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു മാനിഫെസ്റ്റേഷൻ്റെ കുറേ ടെക്നിക്സൊക്കെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ചെയ്യുമായിരുന്നു. എനിക്ക് ഇതിലേക്കൊരു താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാനൊരു വലിയൊരു ആഗ്രഹം എഴുതി. എല്ലാ ടെക്നിക്കും 1 to 11 ടെക്നിക്ക്, അങ്ങനെ 333 ഒരു ഇത് വരുമല്ലോ, ഓരോ നമ്പറുകൾ വരുമ്പോഴും ഓരോ പോർട്ടുകൾ തുറക്കുമ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ആ ഒരു 11 പോർട്ടൽ തുറന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെ എഴുതി മാനിഫെസ്റ്റ് ചെയ്ത് ഓരോന്നോരോന്ന് പോർട്ടലുകൾ തുറക്കുമ്പോഴും നമ്മളല്ലാതെ 11 ടെക്നിക്ക്, 555 ടെക്നിക്ക്, 369, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഈ എഴുതുന്ന ടെക്നിക്ക്, ഇത് എഴുതി നമ്മൾ കുഴിച്ചിടുകയോ കത്തിച്ചളയുകയോ ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണ. പിന്നെ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അപ്പം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഞാൻ എഴുതി വെച്ചു. അത് നടന്നിട്ടില്ല. അതിങ്ങനെ എല്ലാ പ്രാവശ്യവും ഞാൻ എഴുതി വയ്ക്കും കേട്ടോ, ആ ഒരു ആഗ്രഹം എഴുതി വയ്ക്കും. പക്ഷേ ഞാൻ എൻ്റെ ലൈഫ് കോച്ചിങ്ങിലേക്ക് ചെന്ന് ഫസ്റ്റ് മാസം എൻ്റെ മൈൻഡൊക്കെ ക്ലെൻസ് ചെയ്ത് ഞാൻ എൻ്റെ ചിന്തകളെ പോസിറ്റീവാക്കി. ഞാൻ അതിനു മുമ്പും പറയുകയാണെങ്കിൽ ഞാൻ നാമജപവും ഈശ്വരപ്രാർത്ഥനയും അമ്പലത്തിപ്പൊക്കെ എല്ലാം ഒരു ഭക്തിമാർഗത്തിൽ ജീവിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ചിന്തകളും കൂടെ നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആവത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ചിന്തകൾ മാറ്റി, മൈൻഡ് ക്ലെൻസിങ് ഒക്കെ ചെയ്തു, ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്തു. എൻ്റെ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാമിങ് ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം പോലെ ഞാൻ അന്ന് എഴുതി വെച്ച എൻ്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ അപ്പോഴാണ് വർക്കായത്. ഞാൻ എഴുതി വെച്ച എൻ്റെ ആഗ്രഹം നിസ്സാരമായിട്ട് നടന്നു. അതൊരു പ്രോപ്പർട്ടി വിൽക്കുവാനായിരുന്നു എൻ്റെ ആഗ്രഹം. അത് അത്ര പെട്ടെന്ന് വിറ്റുപോകുന്നൊരു പ്രോപ്പർട്ടി ഒന്നും അല്ല.
എങ്കിലും എന്തോ ഒരു മാജിക്ക് പോലെ അത് നടന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഭവമാണ്. അപ്പം നമ്മൾ എങ്കിലും എനിക്കിത് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും അതിനെ മാറ്റി വെച്ചിട്ടില്ല. ഞാൻ വീണ്ടും വീണ്ടും ഈ ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ എൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ വീണ്ടും ഞാൻ ഈ ഒരു ആഗ്രഹം തന്നെ ഒരു വട്ടം എഴുതിയാൽ മതി എന്നാണ് അന്ന് പറയുന്നത്. നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. അപ്പോൾ അന്ന് എപ്പോഴും ഞാൻ ഈ ആഗ്രഹം തന്നെ എഴുതി വയ്ക്കും. പക്ഷെ നടന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ പറയും നമ്മൾ ഈ ടെക്നിക്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നു, പക്ഷേ അങ്ങനെ നടക്കില്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് ഈ നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ ഹൈ ആക്കി വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഫ്രീക്വൻസിയായിട്ട് നമ്മുടെ ഫ്രീക്വൻസി എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹം നടക്കത്തുള്ളൂ. അതേ കണക്ക് തന്നെ നമ്മൾ ഈ ഈശ്വര പ്രാർത്ഥന നടത്തുമ്പോഴും നമ്മുടെ ആ ഒരു കാർമിക് സിറ്റുവേഷൻ അങ്ങോട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ റിസൾട്ട് വേഗത്തിലാക്കാനാണ് നമ്മുടെ മനസ്സിൻ്റെ ഫ്രീക്വൻസി അതായത് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തുക, മനസ്സിലെ ചിന്തകൾ പോസിറ്റീവാക്കി നമ്മുടെ ഹൈ ഫ്രീക്വൻസി നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുമോ, നമ്മുടെ മാനിഫെസ്റ്റേഷനും നടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം വേണ്ടുന്നത് കൺസിസ്റ്റൻസിയാണ്. എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക. റിസൾട്ട് എപ്പോൾ വേണമെങ്കിലും കിട്ടിക്കോട്ടെ, ഞാനിത് ചെയ്യും. ഇനി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കണം, എൻ്റെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റണം, എനിക്കൊരു ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു 1-to-1 സെക്ഷൻ കൊടുക്കുന്നുണ്ട്. ഫ്രീ 1-to-1 സെക്ഷനാണ്. 1-to-1 സെക്ഷന് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അത് വാട്സപ്പ് നമ്പറിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഫ്രീ ആണ് 1-to-1 സെക്ഷൻ. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സെക്ഷൻ എടുക്കാം. കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടത്, നമ്മുടെ ഫ്രീക്വൻസി ഉയർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമുക്ക് ജീവിതം ഉയർച്ചയിലേക്ക് എത്തിക്കാം, ആ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ചർച്ച ചെയ്യാവുന്നതാണ്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേ കണക്ക് ഒരു കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.